ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നങ്ങ്യാർകുളങ്ങരയിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു തുടങ്ങി. നിയമക്കുരുക്കുകളും നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കങ്ങളും മൂലം പൊളിക്കൽ നീണ്ടുപോവുകയായിരുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. ദേശീയപാത വികസനത്തിനായി ജില്ലയിൽ ഏറ്റെടുത്തതിൽ ഏറ്റവും വലിയ കെട്ടിടമായ നങ്ങ്യാർകുളങ്ങരയിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു തുടങ്ങി. 8 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് പൊളിക്കലിന് നടപടിയായത്. നിയമക്കുരുക്കുകളും നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കങ്ങളും കാരണം ദീർഘകാലമായി കെട്ടിടത്തിന്റെ പൊളിക്കൽ നടപടി നീണ്ടുപോവുകയായിരുന്നു. ദേശീയപാത അതോറിറ്റി നേരിട്ടാണ് പൊളിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. 2 ബ്ലോക്കുകളിലായി 18 ഫ്ളാറ്റുകളാണ് ഈ സമുച്ചയത്തിലുള്ളത്. ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കേണ്ടി വന്ന ഭാഗത്തെ 9 ഫ്ളാറ്റുകൾ അടങ്ങുന്ന ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരു ഭാഗം പൊളിക്കുന്നത് കെട്ടിടത്തിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്ന താമസക്കാരുടെ ആശങ്ക പരിഗണിച്ചാണ് മുഴുവൻ ഭാഗവും ഏറ്റെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇതിനകം 15 കോടിയോളം രൂപ ഫ്ളാറ്റിലെ താമസക്കാർക്ക് നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട്. നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിൽ 35 മീറ്റർ നീളമുള്ള സ്പാനുകളോടുകൂടിയ ഉയരപ്പാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തൂണുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഫ്ളാറ്റ് ഏറ്റെടുത്ത് പൊളിക്കാത്തതിനാൽ ഈ ഭാഗത്തെ തുടർ നിർമ്മാണം മന്ദഗതിയിലായിരുന്നു. 1 മാസത്തിനകം ഫ്ളാറ്റ് പൂർണ്ണമായും പൊളിച്ചു നീക്കാനാണ് തീരുമാനം. CDNet ന്യൂസ്, ഹരിപ്പാട്.